ഇതായിട്ടും വേറെയാണല്ലോ. അയ്യോ, ഇനി എന്ത് ചെയ്യും ഷംന? ആളെ പിടിച്ചു അല്ലേ? നമസ്കാരം. ഹലോ, ഒറ്റക്കുള്ളൂ? അതെ, ഞങ്ങൾ രണ്ടാളും കൂടി ഒറ്റയ്ക്കും കൂടി പോന്നു. ഞാൻ വല്ല കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ഞാൻ വയ്ക്കാറില്ല. പെട്ടെന്നായിക്കോട്ടെ, എനിക്ക് വേറെ ചിലടത്ത് കൂടി പോകാനുണ്ട്. വേറെ ചിലത്തൊക്കെ പോവാണ്ടെന്ന് പറഞ്ഞതേ വേറെ പെണ്ണ് കാണാനല്ല, തിരക്കുള്ള ആളല്ലേ, ബിസിനസ് അല്ലേ, ബിസിനസ്. അത് ശരി. എനിക്ക് അകത്തോട്ടിരിക്കാൻ പോനെ. അതെ, ആള് പഴയ വലിയ നാടക നടന. അതിന് ഞാൻ ട്രൂപ്പൊന്നും തുടങ്ങാൻ പോണില്ലല്ലോ. മധുരം തീരെയില്ല. എടുക്കാം. കടുപ്പവും പോരാ. ചായ വേറെ ഇടണോ? എന്നെ താൻ പോയിട്ടോ. എന്താ വേണ്ട, പോകാൻ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എവിടെയാ കുട്ടിയുടെ മുറി? ചോദിച്ചു കേട്ടില്ലേ, എവിടെയാ കുട്ടിയുടെ റൂം? അല്പം പ്രൈവസി വേണം, അതുകൊണ്ടാ. എന്തോടോ ഇത്? ഇപ്പോഴത്തെ പിള്ളേരൊരു കാര്യം, പുതിയ ട്രെൻഡാന്ന്. പേരെന്താന്നാ പറഞ്ഞ? സലോമി. സലീന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും പോറാ. സലി, സലോമി. ഒരുമാതിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മാതിരി. സലോമി. അത് കള. എന്തിനാ പഠിക്കുന്നെന്ന് പറഞ്ഞ? MBA. MBA. കൊച്ചിയിലിപ്പോ പിച്ചക്കാരെക്കാൾ കൂടുതൽ MBA കാരാ. നോ ഫ്യൂച്ചർ. ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടോ? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊരു വിചാരം, പിരുകവും ത്രെഡ് ചെയ്ത് കുറെ ലിപ്സ്റ്റിക്കും വാരി തേച്ച് ആഴ്ചയിൽ ഫേഷ്യലും ചെയ്ത് ഒരു ലെഗിങ്സിനകത്തേക്ക് കയറിയുന്ന ഐശ്വര്യ റായ് ആയി. ഇനി നിങ്ങളൊക്കെ എന്നാ അവനവനിണങ്ങിയ ഡ്രസ്സും മേക്കപ്പ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക? എന്നാ അത്? മിസ്റ്റർ, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നതോ അതോ? സത്യത്തിൽ ഇവിടം വരെ വന്നതിന്റെ ഡീസൽ ചാർജ് നിന്റെ അപ്പന്റെ വാങ്ങിയിട്ടേ പോകാവുന്ന ഞാൻ കരുതുന്നത്. പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് മേൽ ഇതുപോലുള്ള സാധനങ്ങൾ അങ്ങേര് ആരും മുന്നിലും കൊണ്ടുപോയി നിർത്തരുത്. എന്ത് കോലാടിത്? ആരും ഒന്ന് കിട്ടുന്നു വിചാരിച്ചിട്ടാ? കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ? നീ അടുത്ത നൂറ്റാണ്ടിൽ കെട്ടാ ചെറുക്കായിട്ട് ഇവിടെ തന്നെ കാണും, എനിക്കുറപ്പാ. ഹലോ, വിളിച്ചു വരുത്തി അപമാനിക്കരുത്. എന്ത്? എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ദൈവമേ.